വന്ന പേരിൽ എന്തൊക്കെ പേക്കൂത്തുകളാണ്. നമ്മുടെ പള്ളിയുടെ മുന്നിലൂടെയും ചില ആഘോഷ പരിപാടികളൊക്കെ ആ രൂപത്തിൽ പോയിരുന്നു. ഒരു സമൂഹം പരിശുദ്ധ ഖുർആന്റെ അനുയായികൾ റോഡിൽ കിടന്ന് ചാടിച്ച ഒരു സാധാരണ ഒരു ശരാശരി ബുദ്ധിയുള്ള മനുഷ്യനെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് അവരുടെ ഒറിജിനൽ ആ ബുദ്ധിയിലല്ല ഈ ചാട്ടങ്ങളും പാട്ടും എന്നും. എന്തൊക്കെ തരത്തിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയെങ്കിലും പീരങ്കി പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു വിവാദത്തിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ? വെടി പൊട്ടിച്ചുകൊണ്ടുള്ള വിവാദത്തിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തങ്ങൾ അതല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ള ഏതെങ്കിലും വ്യക്തി കുതിരപ്പുറത്ത് കയറി വന്നുകൊണ്ട് ഈ രൂപത്തിൽ പേക്കൂത്തുകളുമായി കൊണ്ടുവരുന്ന ഒരു സമൂഹത്തെ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ അനിസ്ലാമിക സംഗതികളൊക്കെ ഹലാലാകുന്നത്? ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ ശേഷം വന്ന ഖുലഫാക്കളോ മഹാന്മാരോ ഈ രൂപത്തിൽ കുതിരപ്പുറത്ത് കയറിയിട്ടോ ഒട്ടകപ്പുറത്ത് കയറിയിട്ടോ ഈ പേക്കൂത്തുകളുമായി കൊണ്ടുവരുന്ന സമൂഹത്തെ സ്വീകരിക്കും. ഇതൊക്കെ എന്ത് ഇസ്ലാമാണ്? ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ്? ഞാൻ പറഞ്ഞല്ലോ, ചെയ്യാം, ആർക്കും എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം. പക്ഷേ പരിശുദ്ധമായ ദീനിന്റെ അഡ്രസ് വെച്ചുകൊണ്ടാകുമ്പോൾ അതൊക്കെ വലിയ സങ്കടമുള്ള കാര്യമാണ്. ഓരോ പ്രതിവരവിനും കാശ് വേണം, ഇഷ്ടംപോലെ കാശ് വേണം. കാരണം ഇതൊന്നും വെറുതെ കിട്ടുന്നതല്ലല്ലോ. അതിന് പിരിവ് നടത്തുക. എന്താ പിരിവിന്റെ സ്വഭാവം? ഗുണ്ടാ പിരിവ്. നിർബന്ധിച്ചുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഗുണ്ടാ പിരിവ് നടത്തിക്കൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾക്ക് കഞ്ചാവും മദ്യവും വിതരണം ചെയ്തുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ദീനിനെ ഈ രൂപത്തിൽ പരിഹസിക്കുമ്പോ തീർച്ചയായും ഇത് അല്ലാഹുവിന്റെ അദാബിന് കാരണമാകുമെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇല്ലാ മുകാഅൻ വതസ്തിയ. ആ മുശ്രിക്കുകളുടെ ആ കുഫാറിന്റെ അവരുടെ ആരാധന ഇല്ലാ മുകാഅൻ വതസ്തിയ, അത് മുട്ടും ചൂളംവിളികളും ഈ രൂപത്തിലായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ മുട്ടുകളെ കൊണ്ടും ചൂളംവിളികളെ കൊണ്ടും വാദ്യമേളങ്ങളെ കൊണ്ടും പഠിപ്പിക്കുന്ന ആരാധന അത് അറേബ്യൻ കുഫാറിന്റെ അറേബ്യൻ വിഗ്രഹാരാധകരുടെ ആ സ്വഭാവമായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. അതാണ് ഈ ഉമ്മത്തിന്റെ സ്വഭാവം. സമൂഹത്തിന് ലോകത്തിന് മാതൃകയാവേണ്ടുന്നവരാണ്, ലോകത്തിന് മാതൃകയാവേണ്ടവരാണ്. പരിശുദ്ധമായ ദീനിനെ ഒട്ടും മാനിക്കാതെ കള്ളിലും കഞ്ചാവിലും ലഹരിയിലുമായിക്കൊണ്ട് ആടിപ്പാടി തോന്നിയ പേക്കൂത്തുകളൊക്കെ ചെയ്തുകൊണ്ട് നേർച്ച എന്ന ഓമന പേര് ഒരു മഹാന്റെ പേരിലായിക്കൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പരിശുദ്ധമായ ദീനിനെ പരിഹസിക്കുന്ന തരത്തിലുള്ള ഒന്നും നമ്മുടെ പക്കൽ ഉണ്ടായിക്കൂടാ. ഇത് ചെറിയ കാര്യമല്ല. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വലം തദ്ഹരിൽ ഫാഹിശതു ഫീ ഖൗമിൻ ഹത്താ യുഅ്ലിനു ബിഹാ. ഒരു സമൂഹം ഇത്തരം കാര്യങ്ങളൊക്കെ ദേഹങ്ങൾ ചെയ്യാം, ആരും ഒന്നും പറയുന്നില്ല. ആവശ്യമുള്ള പിരിവൊക്കെ കൊടുത്ത് എല്ലാ സപ്പോർട്ടുകളും കൊടുത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ പരീക്ഷിക്കും. ഇല്ലാ ലഹറത ഫീഹിൽ ഔസാഅ് അല്ലതി ലം തകുൻ മവത ഫീ അസ്ലാബിഹിം. അവരിലോ മുൻഗാമികളിലോ കേൾവിയില്ലാത്ത കഴിഞ്ഞിട്ടില്ലാത്ത രോഗങ്ങൾ നൽകിക്കൊണ്ട് പരീക്ഷണങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു ആ സമൂഹത്തെ ബുദ്ധിമുട്ടാക്കും, പരീക്ഷിക്കുമെന്നാണ് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. ചെയ്യുന്നവർക്ക് എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മഹലിന്റെ ഇസ്ലാമിക പൈതൃകം പരിശുദ്ധി സംരക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ആരെങ്കിലും ഗുണ്ടാപിരിവുമായി ഇത്തരം വേണ്ടാത്തരങ്ങൾക്ക് വരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അതിനോട് സഹകരിക്കുകയില്ല, ഞാൻ അതിന് കൂട്ടു നിൽക്കുകയില്ല എന്ന് ആണത്വത്തോടുകൂടി പറയാനുള്ള ആർജവം നമുക്കുണ്ടാവണം. തരണം 5000 അല്ലെങ്കിൽ തരണം 10000 അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞ് എന്തിനു വേണ്ടിയാണ്? ഇത് പേരടിക്കാനുള്ള കാശ് ഉണ്ടാക്കാൻ വേണ്ടി. ചാടാൻ ആളെ കിട്ടണമെങ്കിൽ സ്വന്തം ബുദ്ധിയിൽ ആരും ചാടൂല. അപ്പൊ അതിനാവശ്യമായ സാധനം കൊടുക്കണം, അതിന് കാശ് കൊടുത്ത് വാങ്ങാൻ വേണ്ടി. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾക്ക് കാരണമാകും. അള്ളാഹു നമ്മെ കാക്കട്ടെ. മഹലിന്റെ ഇസ്ലാമിക പാരമ്പര്യവും സംസ്കൃതിയും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇത്തരം കാര്യങ്ങളൊന്നും പരിശുദ്ധമായ ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. എവിടെ നടക്കുന്നു, ആര് നേതൃത്വം കൊടുക്കുന്നു എന്നതൊന്നും പരിശുദ്ധമായ ദീനിൽ മാനദണ്ഡമല്ല.
ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമികമായി അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആനോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളോ മഹാന്മാരാകുന്ന മുൻഗാമികളുടെ സച്ചരിതരായ ആളുകളുടെ ജീവിതമോ ഒരിക്കലും ഇതിന് മാതൃകയില്ല. മാത്രമല്ല ഇതൊക്കെ പരിശുദ്ധമായ ദീനിനെ പരിഹസിക്കലാണ്, കളങ്കപ്പെടുത്തലാണ്, അള്ളാഹുവിന്റെ അദാബിന് കാരണമാകുന്ന വലിയ അപരാധങ്ങളാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദീനനുസരിച്ച് ജീവിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.